കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ പാലക്കാട് മലമ്പുഴ ഡാമും വയനാട് ബാണാസുരസാഗർ ഡാമും തുറന്നു. മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകളും ബാണാസുരസാഗർ അണക്കെട്ടിന്റെ 1 ഷട്ടറുമാണ് തുറന്നത്. നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ തുറക്കാൻ സാധ്യതയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. പീച്ചി ഡാമിന്റെ ഷട്ടറും നാളെ ഉയർത്തും. മലമ്പുഴ അണക്കെട്ടിന്റെ ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതമാണ് തുറന്നത്. ഭാരതപ്പുഴയുടെ തീരത്തുള്ളവർക്കുൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം നൽകി. ബാണാസുരസാഗർ ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ ഉയർത്തി. സെക്കൻഡിൽ 50 ക്യൂബിക് മീറ്റർ വരെ ജലമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. കാരമന്തോട്, പനമരംപുഴ, കബനിപ്പുഴ എന്നിവിടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വയനാട്ടിൽ കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് മഴ കുറഞ്ഞിട്ടുണ്ട്. ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യം കണക്കിലെടുത്ത് പെരിക്കലൂർ കടവ്, മരക്കടവ് എന്നിവിടങ്ങളിലെ തോണിയാത്ര താൽക്കാലികമായി നിർത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവ് പരിധിയായ 136 അടിയിലേക്ക് ഉയരുന്ന സാഹചര്യത്തിലാണ് നാളെ തുറന്നേക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയത്. പെരിയാറിന്റെ തീരത്ത് താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. കുടുംബങ്ങളെ മാറ്റുന്നതിനായി 20-ലധികം ക്യാമ്പുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തമിഴ്നാട് വാൽപ്പാറയിലെ ഷോളയാർ ഡാം തുറന്നതിനെ തുടർന്ന് അതിരപ്പള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്തുന്നുണ്ട്. പീച്ചി ഡാമിലേക്ക് നീരൊഴുക്ക് വർദ്ധിച്ചതിനാൽ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി നാളെ രാവിലെ 11 മുതൽ ഡാമിന്റെ 4 ഷട്ടറുകളും 10 സെന്റിമീറ്റർ വീതം തുറന്ന് മണലിപ്പുഴയിലേക്ക് വെള്ളമൊഴുക്കും. മണലി, കരുവന്നൂർ പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.